നമസ്കാരം. ഇതെന്റെ മുനമ്പ സമരഭൂമിയിലേക്കുള്ള രണ്ടാമത്തെ വരവാണ്. കഴിഞ്ഞ തവണ ഞാനിവിടെ വരികയും അന്ന് ഞാൻ നിങ്ങളോട് വളരെ വിശദമായി സംസാരിക്കുകയും നിങ്ങളൊരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മെമ്മറാണ്ടം, നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിരത്തിയിട്ടുള്ളൊരു മെമ്മറാണ്ടം തയ്യാറാക്കി ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിലെ ഒരു അംഗം എന്നുള്ള രീതിയിൽ അതെനിക്ക് തരികയും ഞാനത് ഇവിടെ നിന്ന് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങൾ ഞാൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. വഖഫ് ഭേദഗതി നിയമം 1995 നിയമത്തെയും 2013 അതിന്റെ അമെന്റ്മെന്റിനെയും ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളിപ്പോൾ പാർലമെന്റിൽ ഒരു വഖഫ് ഭേദഗതി നിയമം പാസ്സാക്കിയിട്ടുള്ളത്. ആ ഭേദഗതി നിയമങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി രൂപപ്പെടുത്തിയിട്ടുള്ളത്. ആ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിലെ അംഗം എന്ന രീതിയിൽ ഈ മെമ്മറാണ്ടത്തിലുള്ള ആവശ്യങ്ങളെല്ലാം ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അതിനു മുമ്പായി ഇവിടെ ഞങ്ങളെ രണ്ടാമതും കൊണ്ടുവരികയും ഈ സമരവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഞങ്ങളെ അതാത് സമയങ്ങളിൽ അറിയിക്കുകയും ഈ പ്രശ്നത്തിൽ വളരെ സജീവമായി ഇടപെടുകയും ചെയ്യുന്ന അഡ്വക്കേറ്റ് ഷോൺ ജോർജിനെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അദ്ദേഹമാണ് ആദ്യ ദിവസം മുതൽ നിങ്ങളുടെ ഈ വിഷയം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതും നിരന്തരമായി നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും ഇന്നും ഞങ്ങളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതും അദ്ദേഹമാണ്. അദ്ദേഹത്തിന് ഞാൻ ആദ്യം എന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിലെ അംഗം എന്നുള്ള രീതിയിൽ എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത് 8 ഓഗസ്റ്റ് 2024 തീയതിയിലാണ് നമ്മൾ ഈ ഭേദഗതി നിയമം പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്, ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് അത് വിടുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള ദിവസങ്ങളിൽ ഏതാണ്ട് 47 തവണ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി സമ്മേളിച്ചിട്ടുണ്ട്. 47 മീറ്റിംഗുകൾ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഈ രാജ്യത്തെ 8.5 ലക്ഷം പ്ലോട്ടിലായിട്ട് 9 ലക്ഷം ഏക്കർ ഭൂമിയാണ് വഖഫ് ബോർഡുകൾ ക്ലെയിം ചെയ്യുന്നത്. ഇതിൽ സർക്കാരിന്റെ ഭൂമിയുണ്ട്, വ്യക്തികളുടെ ഭൂമിയുണ്ട്, ധാരാളം തർക്കങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലുള്ള ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ പരിഗണനാ വിഷയം എന്ന് പറയുന്നത് വളരെ വിശാലമാണ്. ധാരാളം വിഷയങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇതുവരെ 96 ലക്ഷം അപേക്ഷകളാണ് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് മുന്നിൽ വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. അതിൽ ഓരോ പ്രൊവിഷൻസുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ ഡൽഹി ഓഫീസിൽ ഓരോ ദിവസം കൊറിയറായും കത്തുകളായും നേരിട്ടും ഒക്കെ അപേക്ഷകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ, ഈ നിർദ്ദേശങ്ങളെല്ലാം ഞങ്ങൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 96 ലക്ഷം അപേക്ഷകൾ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. 196 സംഘടനകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കേൾക്കണം എന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ തന്നെ ഞങ്ങൾ സമയം അനുവദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 146 സംഘടനകൾ ഇതുവരെ ഞങ്ങളുമായി സംസാരിച്ചിട്ടുണ്ട്. ഈ പള്ളിയിലെ ബഹുമാനപ്പെട്ട ഫാദർ, ഞാൻ അന്ന് സംസാരിക്കാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ബാംഗ്ലൂരിൽ വെച്ച് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ സെഷനിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ഒരു നിശ്ചയദാർഢ്യം എന്ന് പറയുന്നത് വഖഫിന്റെ അഡ്മിനിസ്ട്രേഷൻ ആ കാര്യത്തിൽ ഒരു കൃത്യത വരുത്താൻ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെ യാതൊരു വ്യക്തതയും ഇല്ലാതെ വഖഫ് ഭൂമിയുടെ തോതിന്റെ കാര്യത്തിലും അതിന്റെ ഭരണ നിയന്ത്രണത്തിന്റെ കാര്യത്തിലും അവ്യക്തത നിലനിൽക്കുന്ന ഒരു സാഹചര്യം അനുവദിക്കാൻ സാധിക്കില്ല എന്നുള്ളത് സർക്കാരിന്റെ വളരെ തികഞ്ഞ ബോധ്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇങ്ങനെയൊരു നിയമ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ അങ്ങനെ ഒരു ഭേദഗതിയെ പിന്തുണയ്ക്കുന്നതിന് പകരം അതിനെ എതിർക്കാനാണ് കേരള നിയമസഭ തയ്യാറായത് എന്ന് കേട്ടതിൽ എനിക്ക് വലിയ നിരാശ തോന്നുകയുണ്ടായി. എങ്ങനെയാണ് ഒരു നിയമസഭയ്ക്ക് ഇത്രയും ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ഇത്രയും നിഷേധാത്മകമായിട്ടൊരു നിലപാട് സ്വീകരിക്കാൻ സാധിച്ചത് എന്നെനിക്ക് അത്ഭുതം തോന്നുന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 44 ഭേദഗതികളാണ് ഈ വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഉള്ള അമെന്റ്മെന്റ് ആക്ടിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ഓരോ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിഹാരങ്ങളും ഇവിടെ നിർദ്ദേശിക്കുന്നുണ്ട്. ഓരോ സെക്ഷനിലെ പ്രശ്നവും പഠിച്ചതിന് ശേഷം അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ 44 അമെന്റ്മെന്റുകൾ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ അമെന്റ്മെന്റുകളൊക്കെ പൂർണ്ണമായി പഠിക്കാനും വായിക്കാനും മനസ്സിലാക്കാനുമുള്ള മനസ്സെങ്കിലും ഈ നിയമസഭയിലെ 140 അംഗങ്ങൾ ചെയ്തിരുന്നെങ്കിൽ അവരൊരിക്കലും ഇങ്ങനെയൊരു പ്രമേയം അവതരിപ്പിക്കുമായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അവരോട് ആവശ്യപ്പെടുന്നത്, നിങ്ങൾ ദയവായി ഈ വഖഫ് ഭേദഗതി നിയമത്തിൽ പറയുന്ന 44 അമെന്റ്മെന്റുകൾ എന്താണ്, അതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്താണെന്ന് ഒന്ന് മനസ്സിരുത്തി പഠിക്കാൻ തയ്യാറാവണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ വന്ന് മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട യോഗം നടത്തിയിട്ടുള്ളതാണല്ലോ. അദ്ദേഹത്തിന് അറിയാമല്ലോ, ഏതാണ്ട് 10,000-ഓളം മനുഷ്യരുടെ ജീവനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ മുനമ്പത്തെ പ്രശ്നം. 610 കുടുംബങ്ങളിലായിട്ട് 10,000-ഓളം മനുഷ്യർ, ആ മനുഷ്യർ നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ ജീവിക്കുന്ന ആളുകളാണ്. ഞാൻ മനസ്സിലാക്കുന്നത് 1902 മുതൽക്കെങ്കിലും അവരെല്ലാവരും ഇവിടെ തന്നെ താമസിക്കുന്ന ആൾക്കാരാണെന്നുള്ളതാണ്. അത്രയും ആൾക്കാരെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിൽ കുറെ കൂടി മാനുഷികമായിട്ടുള്ള നിലപാട് അവർ സ്വീകരിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.
കേരള സർക്കാർ വിചാരിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ വളരെ നേരത്തെ തന്നെ പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ അത്തരത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള നിലപാട് സർക്കാരിനില്ല എന്നത് എന്നെ വളരെയേറെ നിരാശപ്പെടുത്തുന്നു. ഈ സാഹചര്യത്തിൽ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ എനിക്ക് ഇന്നിവിടെ പറയാനുള്ളത്. രണ്ട് പോയിന്റുകളിലായിട്ട് ഞാനത് പറയാം. ഒന്ന്, എല്ലാ ഉറപ്പോടും പൂർണ്ണ ബോധ്യത്തോടും ഉറച്ച ആത്മവിശ്വാസത്തോടും കൂടി ഞാൻ പറയട്ടെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ മുൻപത്തെ ജനങ്ങൾക്കൊപ്പമാണ്. ആ കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവും വേണ്ട. മുൻപത്തെ ജനങ്ങൾക്ക് നീതി വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് NDA സർക്കാരിന്റെ നയം തന്നെയാണ്. ആ കാര്യത്തിൽ ആരൊക്കെ തെറ്റിദ്ധാരണയ്ക്ക് ശ്രമിച്ചാലും നരേന്ദ്രമോദി സർക്കാർ നിങ്ങൾക്ക് ഒപ്പമുണ്ട്. 29 നവംബർ 2024 തീയതിയിൽ തന്നെ ഞാൻ അംഗമായിട്ടുള്ള ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഈ കാര്യത്തിൽ അന്തിമ റിപ്പോർട്ട് കൊടുക്കാൻ തയ്യാറായിരുന്നു. ഞങ്ങൾ ധാരാളം പരിഗണനകൾ നടത്തിയിരുന്നു, ധാരാളം അപേക്ഷകൾ പരിഗണിച്ചിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ 146 സംഘടനകളുമായിട്ട് കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. ഈ പള്ളിയിലെ അച്ഛനുമായി പോലും ഞങ്ങൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അത് 29 നവംബർ 2024 കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. എന്നാൽ ആ സമയത്ത് പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ വലിയ ബഹളം ഉണ്ടാവുകയും അവർ ഒരു കാരണവശാലും റിപ്പോർട്ട് സമർപ്പിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ഒരു സംഘർഷത്തിന് മുതിരുകയും എക്സ്റ്റൻഷൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഞങ്ങൾ റിപ്പോർട്ട് കൊടുക്കാൻ തയ്യാറായിരുന്നെങ്കിൽ പോലും അങ്ങനെ ഒരു സംഘർഷത്തിന്റെ സാഹചര്യം ഉണ്ടാവുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങളത് നീട്ടിവെക്കാൻ നിർബന്ധിതരാവുകയാണ് ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ ബജറ്റ് സെഷന്റെ അവസാന ദിവസത്തിലേക്ക് ഈ പറയുന്ന വഖഫ് ഭേദഗതി നിയമങ്ങൾ പരിഗണിക്കാനാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. അത് 2025 ഏപ്രിൽ മാസത്തിലാണ് ബജറ്റ് സെഷന്റെ അവസാന ദിവസം വരിക. അതായത് ഏതാണ്ട് 4 മാസങ്ങൾക്കുള്ളിൽ ഈ വിഷയം വീണ്ടും പാർലമെന്റ് പരിഗണിക്കും. ഇവിടെ ഇരിക്കുന്നവരോട് എനിക്കൊരു ഉറപ്പ് പറയാനുള്ളത്, നിങ്ങളുടെ നിശ്ചയദാർഢ്യത്തെ, നിങ്ങളുടെ മനോബലത്തെ, നിങ്ങളുടെ നീതിബോധത്തെ ഞങ്ങൾ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. 57 ദിവസമായിട്ട് നിങ്ങൾക്ക് ശരിയാണെന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ആരെയും ഭയക്കാതെ ഒരു പ്രക്ഷോഭത്തിൽ നിൽക്കുകയാണ്. ആ നിങ്ങൾക്കൊപ്പം നിൽക്കാൻ സാധിക്കുന്നത് വലിയൊരു ഭാഗ്യമായി കണക്കാക്കുന്നു. നിങ്ങൾ യാതൊരു കാരണവശാലും ഭയപ്പെടേണ്ടതില്ല. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി പരിഗണിച്ചിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ തന്നിട്ടുള്ള മെമ്മറാണ്ടം അത് ഞാൻ നേരിട്ട് തന്നെ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ടുള്ള ജഗദംബിക പാൽ, അദ്ദേഹം ഉത്തർപ്രദേശിലുള്ള പാർലമെന്റ് അംഗമാണ്, വളരെ സീനിയർ ആയിട്ടുള്ള നേതാവാണ്. അദ്ദേഹത്തിന് ഞാൻ ആ മെമ്മറാണ്ടം കൈമാറുകയും അദ്ദേഹത്തോട് ഞാൻ ഈ വിഷയങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുക്കുകയും അദ്ദേഹം വളരെ സൗമനസ്യത്തോടു കൂടി ആ കാര്യങ്ങൾ മുഴുവൻ കേൾക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്തു. അതായത് മുൻപത്തെ ജനങ്ങളുടെ വിഷയം ഇതിനോടകം തന്നെ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ പരിഗണനയിൽ വന്നിട്ടുണ്ട്. ചെയർമാൻ തന്നെ നിങ്ങളുടെ പ്രശ്നം നേരിട്ട് കേട്ടിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 4 മാസങ്ങൾക്കുള്ളിൽ ഈ വിഷയം വീണ്ടും പാർലമെന്റിലേക്ക് വരാൻ പോവാണ്. ഇവരെല്ലാവരും കൂടി സംയുക്തമായി ശ്രമിച്ചിട്ട് അവർക്ക് നീതി വൈകിപ്പിക്കാനേ സാധിച്ചിട്ടുള്ളൂ, നീതി നിഷേധിക്കാൻ സാധിച്ചിട്ടില്ല. മുൻപത്തെ ജനങ്ങൾക്ക് നീതി കിട്ടും എന്ന് ഞങ്ങൾ ഉറപ്പ് തരുന്നു. സമയത്തിന്റെ മാത്രം ഒരു പ്രശ്നമാണത്. 4 മാസം കൂടി നമ്മൾ ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയും കൂടി നിലനിർത്തുക. നമ്മൾ ഈ അനീതികരമായിട്ടുള്ള നിയമത്തെ മാറ്റിമറിച്ചുകൊണ്ട് മുനമ്പത്ത് ഉൾപ്പെടെ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും വഖഫുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അവർക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം കൊടുക്കുന്ന, നീതിയുക്തമായിട്ടുള്ള ഒരു പരിഹാരം കൊടുക്കുന്ന വഖഫ് ഭേദഗതി നിയമങ്ങൾ പാസ്സാവുക തന്നെ ചെയ്യും. വളരെ നന്ദി. Hunger strike, and they are continuing it on last 57 days. When the king doesn't listen to people